നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട്ട് സഹോദരിമാരായ പോലീസ് ഉദ്യോഗസ്ഥർ സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് തടിയൂരാൻ ഗുണ്ടാ നേതാവിനെ കൊണ്ട് വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തിയ സംഭവം പോലീസിന് തന്നെ വലിയ തലവേദനയാകുന്നു. പോലീസ് സഹോദരിമാരും ഗുണ്ടയും കൈകോർത്തപ്പോൾ ഒരു വീട്ടമ്മയുടെ ജീവിതമാണ് ദുരിതമായത്. ആതിര എന്ന വീട്ടമ്മ പരാതിപ്പെട്ടതോടെ ചെറിയ വകുപ്പുകൾ ചുമത്തി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചെങ്കിലും റൂറൽ SP ഇടപെട്ടതോടെ നടപടികൾ പോലീസിന് കടുപ്പിക്കേണ്ടി വന്നു. കാട്ടായിക്കോണം ജയനഗർ ഗാർഡൻ വ്യൂ PGA ഗാർഡൻസിൽ ആതിര എന്ന യുവതിയോട് പലതവണയായി വാങ്ങിയ 19 ലക്ഷം രൂപ തിരികെ നൽകാൻ തയ്യാറാകാതിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഒടുവിൽ ഗുണ്ടുകാട് സാബു എന്ന ഗുണ്ടാ നേതാവിനെ കൊണ്ട് ഫോണിൽ ആതിരയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ആതിരയുടെ പരാതിയിൽ ആദ്യം കേസെടുത്തത് ഭീഷണിപ്പെടുത്തിയതിന് മാത്രമാണ്. വനിതാ പോലീസുകാരെ സംരക്ഷിക്കാൻ ശ്രമം എന്ന ആരോപണം ഉയർന്നതോടെ പിന്നീട് വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ കൂടി ചേർത്തു. അന്വേഷണവും നേരത്തെ മന്ദഗതിയിലായിരുന്നു. തുടർന്ന് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ റൂറൽ SP ഇടപെട്ടതോടെയാണ് പോത്തൻകോട് പോലീസ് നടപടി ശക്തമാക്കിയത്. ഒന്നാം പ്രതി ഗുണ്ടുകാട് സാബു, സീനിയർ ഗ്രേഡ് വനിതാ CPOമാരും സഹോദരിമാരുമായ പേയാട് വിവേകാനന്ദ നഗർ പാർവതി ഇല്ലത്തിൽ P സംഗീത, P സുനിത, ഭർത്താവ് സൈനിക ഉദ്യോഗസ്ഥനായ ജിപ്സൺ രാജ്, സംഗീതയ്ക്കൊപ്പം താമസിക്കുന്ന ശ്രീകാര്യം കരിയം ഇടവക്കോട് വിശ്വേന്ദ്രിയത്തിൽ V ആദർശ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തത്. സംഗീത വിഴിഞ്ഞം കോസ്റ്റൽ സ്റ്റേഷനിലും സുനിത തൃശൂർ വനിതാ സെല്ലിലുമാണ് ജോലി ചെയ്യുന്നത്. ഇവർ പോലീസുകാരാണെന്ന FIRലും ഉണ്ടായിരുന്നില്ല. ആദ്യം കേസെടുത്തെങ്കിലും ഒരു അന്വേഷണവും ഉണ്ടായില്ല. എന്നാൽ റൂറൽ SP കേസിൽ ഇടപെട്ടതോടെ ആതിരയുടെ വീട്ടിലെത്തി മൊഴിയെടുത്ത പോലീസ് കൂടുതൽ വകുപ്പുകൾ ചേർക്കുകയായിരുന്നു. മാർച്ച് 4-നാണ് ഗുണ്ടുകാട് സാബു ആതിരയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. അതിനു മുൻപ് മറ്റൊരു ഗുണ്ടയും അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു. സഹോദരിയാണെന്ന് പറഞ്ഞ് ആദർശാണ് സംഗീതയെ പരിചയപ്പെടുത്തിയതെന്നും ആദ്യം പണം കടം വാങ്ങിയത് എന്നും ആതിര പറയുന്നു. പണം തിരികെ നൽകാൻ പറ്റാതെ വന്നതോടെ അവരുടെ പേരിലുള്ള വസ്തു നൽകാമെന്ന് പറഞ്ഞു. ആദ്യം കടം വാങ്ങിയതിന് പുറമെ വസ്തുവിൻ്റെ വില എന്ന നിലയിൽ 19 ലക്ഷം രൂപ അവർക്ക് നൽകി. വസ്തുവിൻ്റെ പേരിലുള്ള വായ്പ അടച്ചു തീർക്കാനെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത്. വസ്തു അവർ കാണിക്കുകയും ചെയ്തിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും വസ്തു ഇവരുടെ പേരിൽ എഴുതാൻ തയ്യാറായില്ല. പിന്നെ ഫോൺ വിളിച്ചാലും എടുക്കാതായി. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഈ വസ്തു കണ്ടുകെട്ടിയതാണെന്നറിയുന്നത്. അതിരെ കാണിച്ചു കൊടുത്തത് അവരുടെ പേരിലുള്ള വസ്തുവല്ലെന്നും പിന്നീട് അറിഞ്ഞു. വേറെ ആരുടെയോ പുരയിടമായിരുന്നു അത്. ആ വിധത്തിലും ഈ സ്ത്രീയെ വഞ്ചിക്കുകയായിരുന്നു. ഇതോടെയാണ് കേസ് കൊടുക്കാൻ തീരുമാനിച്ചത് എന്ന് ആതിര പറയുന്നു. അവർ നൽകിയ ചെക്ക് ബാങ്കിൽ കൊടുത്തപ്പോൾ മടങ്ങി. അതിൻ്റെ കേസ് ആറ്റിങ്ങൽ കോടതിയിൽ നടക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഗുണ്ടാഭീഷണി ഉണ്ടാകുന്നത്. എഗ്രിമെൻറ്റും ചെക്കും മടക്കി നൽകിയില്ലെങ്കിൽ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും എന്ന തരത്തിലാണ് ഗുണ്ട സംസാരിച്ചത്. ഇതിനിടയിലാണ് സംഗീത ആദർശിൻ്റെ സഹോദരിയല്ലെന്നും അവർ ഒരുമിച്ച് താമസിക്കുകയാണെന്നും അറിയുന്നത്. 4 ദിവസം മുൻപ് പോത്തൻകോട് പോലീസ് വന്ന് മൊഴിയെടുത്തിരുന്നതായും ആതിര പറയുന്നു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് വേണ്ടിയാണ് സംഗീതയും സുനിതയും പണം വാങ്ങിയതെന്ന് പോലീസ് പറയുന്നു. പലപ്പോഴായി ആതിരയുടെ ഭർത്താവിൽ നിന്ന് 19 ലക്ഷം രൂപയാണ് സംഗീത കൈപ്പറ്റിയത്. രേഖകളും ചെക്കുകളും നൽകിയത് സംഗീതയും ജിപ്സൺ രാജുമായിരുന്നു. എന്നാൽ പറഞ്ഞ തീയതിയിൽ ബാങ്കിൽ കൊടുത്ത ചെക്കുകൾ പണം ലഭിക്കാതെ മടങ്ങി. തുടർന്ന് ആതിര പണം തിരികെ ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് ഗുണ്ടുകാട് സാബു ഫോണിൽ വിളിച്ച് സംഗീതയ്ക്ക് വേണ്ടിയാണ് വിളിക്കുന്നത് എന്നും എഗ്രിമെൻറ്റുകളും ഒക്കെ തിരികെ നൽകണമെന്നും അല്ലെങ്കിൽ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തിയത്. സാബുവിൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത് എന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ പലരിൽ നിന്നും പണം കൈപ്പറ്റിയ അവരെയും ഇവർ വഞ്ചിച്ചിട്ടുണ്ട് എന്നാണ് സൂചനകൾ. പണം തട്ടിയെടുത്തത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പോലീസ് പരാതി പരിഹാര സെല്ലിലും SP-ക്കും ഉൾപ്പെടെ ആതിര പരാതി നൽകിയിരുന്നു. സംഗീത പേയാട് താമസിക്കുന്നതിനാൽ ആദ്യം മലയൻകീഴ് സ്റ്റേഷനിലാണ് പരാതിപ്പെട്ടത്. തുടർന്ന് ആതിരയുടെ വീടുള്ള പോത്തൻകോട് സ്റ്റേഷനിലേക്ക് പരാതി കൈമാറുകയായിരുന്നു.